നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. റോബിൻ ബസ് ഉടമ ഗിരീഷിനെ ഓടി നടന്ന് അറസ്റ്റ് ചെയ്യുകയും ബസ്സിൽ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നിയമലംഘനം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ മുട്ടിടിക്കുന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ രൂപമാറ്റം നടത്തിയ ജീപ്പിൽ യാത്ര ചെയ്യുന്ന വീഡിയോ സിനിമാ ഡയലോഗുകൾ അടക്കം ചേർത്ത് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടും കൊലക്കേസ് പ്രതിക്കെതിരെ ഉടനടി നടപടി കൈക്കൊള്ളാതെ നടപടിക്കായി ശുപാർശ ചെയ്ത് മോട്ടോർ വകുപ്പ്. കാരണം പ്രതിസ്ഥാനത്ത് ആകാശ് തെല്ലങ്കേരിയാണ്. തൊട്ടാൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ മോട്ടോർ വാഹന വകുപ്പിനെതിരെ തിരിയും. കഴിഞ്ഞ ദിവസം പി ജയരാജനെതിരെ ആരോപണവുമായി രംഗത്ത് വന്ന മനു തോമസിനെ ഭീഷണിപ്പെടുത്താൻ രംഗത്തിറക്കിയ ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് തെല്ലങ്കേരിയാണ് ആഭ്യന്തര വകുപ്പിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും വെല്ലുവിളിച്ചിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആകാശ് തെല്ലങ്കേരിയുടെ ജീപ്പ് യാത്രാ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ യാത്ര ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ആകാശ് തെല്ലങ്കേരിയുടെ യാത്ര. വയനാട്ടിൽ യാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ ആകാശ് തെല്ലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. വയനാട് പനമരത്ത് നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ സിനിമാ ഡയലോഗുകൾ അടക്കം ചേർത്താണ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആകാശ് തെല്ലങ്കേരി ഉപയോഗിച്ച ജീപ്പ് ഇയാളുടേതല്ല എന്ന വിവരവും ഇതിനോടകം പുറത്തു വന്നു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ആകാശ് തെല്ലങ്കേരി ഓടിച്ച സമയത്ത് പ്രദർശിപ്പിച്ചിരുന്നില്ല. മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ KL 10 BB 3724 എന്ന ജീപ്പാണിത്. നേരത്തെയും നിരവധി നിയമലംഘനങ്ങൾക്ക് പിടിയിലായ വാഹനമാണിത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം നടത്തിയ പരിശോധനയിലാണ് വാഹനം തിരിച്ചറിഞ്ഞത്. 2021, 2023 വർഷങ്ങളിലും ഇതേ വാഹനം വിവിധ നിയമലംഘനങ്ങൾ നടത്തിയിരുന്നു. കേസ് മലപ്പുറം RTOയ്ക്ക് കൈമാറും. വാഹനത്തിന്റെ RC സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾക്ക് വയനാട് മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്യും. കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്കായിരുന്നു യാത്ര. പനമരത്ത് വെച്ചാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ജീപ്പ് യാത്രയ്ക്കെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. പനമരം RTOയ്ക്കാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയത്. കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദാണ് പരാതി നൽകിയത്. ആകാശ് തെല്ലങ്കേരിക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതി മലപ്പുറം RTOയ്ക്ക് കൈമാറും. വാഹനത്തിന്റെ RC സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾക്ക് വയനാട് മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.